നമസ്കാരം. സംസ്ഥാനങ്ങൾ ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയുമായി CPM രംഗത്തോട്ട് വരുന്നു എന്നുള്ള വാർത്തകളെല്ലാം പുറത്തോട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രാതിനിധ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഏകദേശം 38,863 ചതുരശ്ര കിലോമീറ്റർ വിശാലമായ കേരളത്തിൽ 14 ജില്ലകൾ ഉൾക്കൊള്ളുന്ന കേരളത്തിൽ 140 നിയോജക മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന കേരളത്തിൽ ഏകദേശം 54% മുമ്പിൽ വരുന്ന ഹൈന്ദവ സമൂഹത്തിൻ്റെ വോട്ടുകൾ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് മുമ്പോട്ട് വരാനുള്ള ഒരു പദ്ധതിയുമായി CPM മുമ്പോട്ട് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ CPM മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും 2026 നിയമസഭാ ഇലക്ഷനിൽ CPM-ന് ഈഴവ സമുദായം CPM-ൻ്റെ എക്കാലത്തെയും ഉറച്ച വോട്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് ഹിന്ദു കമ്മ്യൂണിറ്റിനെ രണ്ടായി വിഭജിച്ച് കഴിഞ്ഞാൽ ഈഴവ വിഭാഗവും അല്ലാത്തൊരു കമ്മ്യൂണിറ്റിയും വെച്ച് കഴിഞ്ഞാൽ ഈഴവ വിഭാഗത്തിന് നല്ലൊരു ശതമാനം വോട്ട്, ഏകദേശം ഒരു 80% വോട്ട് എക്കാലത്തും കൂടെ കിട്ടിയിട്ടുള്ളത് CPM-നായിരുന്നു. ബാക്കി ഈ പറഞ്ഞ പോലെ നായർ ഈ വിഭാഗത്തിൻ്റെ കൂടെ നല്ലൊരു ശതമാനം കോൺഗ്രസിൻ്റെ കൂടെയും ബാക്കി വരുന്നവർ BJP-ക്കുമാണ് സ്വാഭാവികമായിട്ടും കേരളത്തിൽ വോട്ട് ചെയ്യാറുള്ളത്. അതിൽ തന്നെ ഈഴവ വിഭാഗത്തിൻ്റെ വോട്ടുകൾ CPM-ന് ഇപ്രാവശ്യം കൃത്യമായി നഷ്ടപ്പെട്ടു എന്നുള്ളത് ചാത്തന്നൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ അതുകൊണ്ടാണ് CPI-ക്ക് സീറ്റ് നഷ്ടപ്പെട്ടതും ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ ഹിന്ദു വിഭാഗം ഇടതുപക്ഷത്തിൽ നിന്നും മാറി നിന്നു എന്നുള്ള കാര്യം കൃത്യമായി CPM കണ്ടെത്തി. അതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള പ്രോഗ്രാം CPM ലാസ്റ്റ് വെച്ച് ഇലക്ഷൻ്റെ അവസാന ഘട്ടങ്ങളിൽ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ നടത്തിയെന്നുണ്ടെങ്കിലും അയ്യപ്പ സംഗമവും അതുപോലെ തന്നെ ന്യൂനപക്ഷ സംഗമമൊക്കെ CPM കൃത്യമായി നടത്തിയെന്നുണ്ടെങ്കിലും അതൊന്നും വോട്ടാക്കി മാറ്റാൻ CPM-ന് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് BJP RSS സംഘടനകൾ ഹിന്ദു വിഭാഗത്തിൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരുന്ന ഈ ഒരു സമകാലിക രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ടും ഹിന്ദു കമ്മ്യൂണിറ്റിയെ കൂടെ കൂട്ടുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചുള്ള ഒരു വോട്ടിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൻ്റെ മുതിർന്ന നേതാവായ P. ജയരാജൻ്റെ നേതൃത്വത്തിൽ CPM ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തും എന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ഇതിന് CPM എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ മതത്തിന് അതീതമായി നിൽക്കുന്ന, മതങ്ങൾക്ക് അതീതമായി ചിന്തിക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ഒരു ഐഡിയോളജി മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ എത്തരത്തിൽ വിശ്വാസികളെ കൂടെ പിടിക്കാൻ CPM-ന് സാധിക്കും എന്നുള്ളതറിയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ RSS-ഉം BJP-യും പ്രവർത്തിക്കുന്ന അതേ ശൈലിയിൽ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളെല്ലാം ഇപ്പോൾ പുറത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതേ സമയം തന്നെ P. ജയരാജൻ അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റിൽ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും പാർട്ടിയുടെയോ അല്ലെങ്കിൽ തൻ്റെയോ പരിഗണനയിലില്ല എന്നുള്ളതും ഇക്കാര്യങ്ങളൊന്നും തങ്ങൾ ചർച്ച ചെയ്തിട്ട് പോലും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, ക്ഷേത്രങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാനോ പിടിമുറിക്കാനോ പാർട്ടി കമ്മിറ്റികളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ രൂപീകരിക്കാൻ CPM ഇതേവരെ തീരുമാനിച്ചിട്ടില്ല. അത്തരത്തിലുള്ള പ്രചാരങ്ങൾ വ്യാജമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ FB കുറിപ്പിൽ കൃത്യമായി പറയുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള നുണ നിർമ്മിതികളുടെ പരമ്പര ഒരു കേരളത്തിൽ നടക്കുന്നൊരു സംഭവമാണ്. ഇതിന് പിന്നിലെല്ലാം RSS BJP സംഘടനകളാണെന്നുള്ളതും അല്ലാണ്ട് ഇത്തരത്തിലുള്ള യാതൊരുവിധ കാര്യങ്ങളും ഇല്ല എന്നുള്ളതും, പിന്നെ വിശ്വാസികളുടെ നിലപാടുകളുടെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ആരാധനാലയങ്ങളുടെ കാര്യങ്ങളിൽ നോക്കേണ്ടത് അവിടുത്തെ വിശ്വാസികളാണ് എന്നതിന് പാർട്ടിക്ക് യാതൊരുവിധ സംശയമില്ല. അതുകൊണ്ട് തന്നെ ആരാധനയെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടി ഇടപെടുന്നില്ല എന്നുള്ള തരത്തിലെല്ലാം P. ജയരാജൻ കൃത്യമായി മുമ്പോട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. കാരണം പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇലക്ഷന് ശേഷം 2025 ലാസ്റ്റത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷനും പിന്നീട് 2026 നടന്ന നിയമസഭാ ഇലക്ഷനിൽ കൃത്യമായി തന്നെ CPM-ൻ്റെ അടിവേരുകൾ ഇളക്കപ്പെടുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. പ്രത്യേകിച്ച് ഈഴവ വിഭാഗത്തിൻ്റെ വോട്ടുകളെല്ലാം നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശനൊക്കെ കൂടെ പിടിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്തിയിട്ടും ഈഴവ വിഭാഗത്തിൻ്റെ വോട്ടുകൾ സമാഹരിക്കാൻ CPM-ന് സാധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ LDF-ന് സാധിച്ചിരുന്നില്ല. അതിൻ്റെ ഭാഗമായി തന്നെ നഷ്ടപ്പെട്ട പ്രതാപകാലത്തോട് തിരിച്ചു പോവുക എന്നുള്ള CPM-ൻ്റെ ഏറ്റവും വലിയ അജണ്ടയുടെ ഭാഗമായിരുന്നു ഇക്കാര്യങ്ങൾ. പക്ഷേ ഇതിനെ P. ജയരാജൻ കൃത്യമായി എതിർക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, CPM-ന് ഇത്തരത്തിലുള്ള വിശ്വാസികളുടെ വോട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളത്. അത് പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും CPM എടുത്ത നിലപാടുകൾ പാർട്ടിക്ക് വലിയ തരത്തിൽ തിരിച്ചടിയായി എന്നുള്ളതും, അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പല നേതാക്കന്മാരും CPM നേതാക്കന്മാരും ഉൾപ്പെടുന്നു. അവർക്കെതിരെ കൃത്യമായ നടപടി പാർട്ടി എടുക്കുന്നില്ല. ഇതെല്ലാം പറഞ്ഞത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാന കമ്മിറ്റിക്കെതിരെ അതിരൂക്ഷമായി PBയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പറയുന്നു. ഇതിൻ്റെ എല്ലാം ആകത്തുക എന്ന് പറയുന്നത് വിശ്വാസികളുടെ വോട്ട്, വിശ്വാസത്തെ തൊട്ട് കളിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വോട്ട് CPM-ന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അഹോരാത്രം പ്രയത്നിക്കുന്ന രീതിയിലോട്ടാണ് ഇപ്പോൾ CPM മുമ്പോട്ട് പോകുന്നത്. അതിന് കാസർഗോഡ് നിന്ന് തുടക്കം കുറിക്കുന്നു എന്നുള്ളതും P. ജയരാജനെ അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നുള്ളതും അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ അദ്ദേഹം അധ്യക്ഷനായിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മുമ്പോട്ട് നടക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം വാർത്തകൾ ഒന്നായിരുന്നു. പക്ഷേ
ഇതിനെല്ലാം നഖശിഖാന്തരം എതിർത്തുകൊണ്ടാണ് പി ജയരാജൻ FB പോസ്റ്റുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വന്നിട്ടുള്ളത്. അപ്പം ഏതെല്ലാം കാര്യങ്ങൾ ഇതിൽ വിശ്വസിക്കപ്പെടാൻ പറ്റും എന്നുള്ളതും ഏതൊക്കെ സത്യമാണ് എന്നുള്ളതും രണ്ടാമത് മറ്റൊരു കാര്യമാണ്. എന്നിരുന്നാൽ പോലും ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള കോളിളക്കം സൃഷ്ടിക്കുന്നു തന്നെയാണ്. കാരണം ഇത്രയും കാലം ഹൈന്ദവ വിഭാഗത്തിൻ്റെ വോട്ടുകൾ കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും അവർ നടത്തുന്നു. തൃശ്ശൂർ പൂരം കലക്കിയത് വരെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ പലതരത്തിലുള്ള കാര്യങ്ങൾ പല സന്ദർഭങ്ങളിലായി പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിരുന്നു. ഇതൊന്നും കൂടാതെ പല കാര്യങ്ങളും പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ ഷോൺ ജോർജിനെയും PC ജോർജിനെയും വെച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തെ കൂടെ പിടിക്കാനുള്ള ഒരുപാട് പരിപാടികൾ BJPയുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടത്തില്ല എന്നുള്ളതാണ്. FCRA ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട പാർലമെൻറ്റിൽ ഇപ്പോഴും അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളോട് പോകുമ്പോൾ ക്രൈസ്തവ വിഭാഗത്തെ കൂടെ പിടിക്കാൻ ഒരിക്കലും BJPക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഇലക്ഷനിലും BJP പല മണ്ഡലങ്ങളിലും അതിദയനീയമായി തോറ്റത്. 3 സീറ്റ് കിട്ടി എന്നിട്ടുണ്ടെങ്കിൽ പോലും വോട്ട് ശതമാനത്തിൽ BJPക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. CPMൻ്റെ വോട്ട് ശതമാനമാണ് കുത്തനെ കുറഞ്ഞത്. അതുകൊണ്ട് CPM ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വന്നാൽ സ്വാഭാവികമായിട്ടും ആ തിരിച്ചു പിടിക്കാൻ പോകുന്ന വോട്ടുകൾ BJPയിൽ നിന്നായിരിക്കുമോ എന്നുള്ള വലിയൊരു പേടി BJPക്കുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വിഷയം ബന്ധപ്പെട്ട BJPയും RSSും ഇനി ഏതൊക്കെ തരത്തിലുള്ള നിലപാടുകൾ എടുക്കും എന്നുള്ളത് വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ CPM നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം കൂടിയാണ് ഇപ്പോൾ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടായാലും ശരി പാർട്ടിയുടെ നിലനിൽപ്പ് അവിടെ നിർത്തണം എന്നുള്ള ഒറ്റ കാരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് CPM നിൽക്കുമ്പം ആദർശപരമായി ഈ കാര്യങ്ങളോട് പൂർണ്ണമായും വിയോജന രേഖപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം ആണ് എന്നുണ്ടെങ്കിൽ പോലും ഇത് CPMനെ സംബന്ധിച്ചുള്ള നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ ബാക്കി വിഷയങ്ങളിൽ ഇനി CPM എന്ത് നിലപാട് പറയുന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ട് PB എന്തൊക്കെ തരത്തിൽ കാര്യങ്ങൾ പറയുന്നുള്ളത്, പ്രത്യേകിച്ച് CC റിപ്പോർട്ടെല്ലാം വന്ന സ്ഥിതിക്ക് സെപ്റ്റംബർ 13 മുതൽ 15 വരെ ആ വിഷയം ബന്ധപ്പെട്ട വിശാല യോഗം ചേരാൻ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയങ്ങളെല്ലാം അവിടെ ചർച്ചാ വിഷയമാകും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം CPMൻ്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ട BJP ഇനി ഏത് തരത്തിലെല്ലാം പ്രവർത്തിക്കും എന്നുള്ളതും ഇതിന് എന്ത് മറുപടിയായിരിക്കും BJPയുടെ ഭാഗത്തു നിന്നും RSSൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം.